ഹായ്, റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗിന്റെ രണ്ടാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സബ്ജക്റ്റിലത്തെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ചെറിയൊരു ഭാഗമാണ് ദി എനർജി സെനാരിയോ. അതിനകത്ത് കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസുകളെ പറ്റി പറയും. അതേപോലെ തന്നെ വേൾഡ് വൈഡ് എനർജി പ്രൊഡക്ഷനും അതേപോലെ റിസർവ്, പിന്നെ നമ്മുടെ ഇന്ത്യയിലത്തെ പ്രൊഡക്ഷനും റിസർവ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സബ്ജക്റ്റിന്റെ പേര് നമുക്കറിയാം, റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ എനർജീനെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ ആദ്യമായി എന്താണ് എനർജി, അതാണ് ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എനർജി ഈസ് ദ കപ്പാസിറ്റി ഫോർ ഡൂയിങ് വർക്ക്, ജനറേറ്റിംഗ് ഹീറ്റ് ആൻഡ് എമിറ്റിംഗ് ലൈറ്റ്. ഈ ഒരു ഡെഫിനിഷൻ ഇത്രയും ഭാഗം കപ്പാസിറ്റി ഫോർ ഡൂയിങ് വർക്ക് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമായ സംഭവമാണ് എന്ത്, എനർജി. അതേപോലെ തന്നെ ജനറേറ്റിംഗ് ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്നതും എനർജി തന്നെയാണ്. അതുപോലെ എമിറ്റിംഗ് ലൈറ്റ്. അപ്പൊ എന്തിനു വേണ്ടിയും നമുക്ക് ആവശ്യമായ സംഭവമാണ് എന്ത്, എനർജി. ദെൻ നമുക്ക് നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജിയാണ്. അതിവിടെ ഫസ്റ്റ് നമുക്ക് കാണാം മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നത് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഹാഫ് mv² എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് mv². അതായത് വെലോസിറ്റി കാരണം ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന എനർജിയാണത് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ പൊസിഷൻ കാരണം അതിനുണ്ടാവുന്ന എനർജിയാണത് പൊട്ടൻഷ്യൽ എനർജി. അതായത് ഹൈറ്റ്, ഒരു പെർട്ടിക്കുലർ ബോഡി ഒരു ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇത് രണ്ടുമാണ് മെക്കാനിക്കൽ എനർജിയിൽ വരുന്നത്. അടുത്താണ് തെർമൽ ഓർ ഹീറ്റ് എനർജി. അതായത് ടെമ്പറേച്ചർ കാരണം, അതിന്റെ ടെമ്പറേച്ചർ കാരണം ഉണ്ടാകുന്ന എനർജിക്കാണ് നമ്മൾ തെർമൽ എനർജി എന്ന് പറയുന്നത്. കെമിക്കൽ എനർജി എന്നാൽ ഇന്റർമോളിക്കുലർ അല്ലെങ്കിൽ ഇന്റർ അറ്റോമിക് ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന എനർജിയാണ് കെമിക്കൽ എനർജി. ദെൻ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണം ഉണ്ടാകുന്ന എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി. ദെൻ ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ എനർജി തന്നെയാണ്. ന്യൂക്ലിയർ റിയാക്ഷൻ കാരണം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ന്യൂക്ലിയർ ഫിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതേപോലെ ഫ്യൂഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കാരണം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എനർജിക്കാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയാം. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ്സിന് ഉണ്ടാവുന്ന എനർജിക്ക് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി, അത് ഇലക്ട്രിക്കൽ എനർജി വെച്ചിട്ട് നമ്മൾ മാഗ്നറ്റിക് എനർജി ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എന്ന് പറയും. ദെൻ അടുത്തായിട്ട് ഗ്രാവിറ്റേഷണൽ എനർജി നമുക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ എർത്ത് ബാക്കി എല്ലാ പാർട്ടിക്കിൾസിനെയും അതിന്റെ സെൻട്രലിലേക്ക് അട്രാക്ട് ചെയ്യും. ഈ ടൈപ്പ് എനർജിക്കാണ് ഇത്. എർത്ത് ആണെങ്കിൽ പുറത്തുള്ള ഏതൊരു ബോഡീനെയും അത് അതിന്റെ സെൻട്രലിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു എനർജിക്കാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ എനർജി എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ കണ്ടുവരുന്ന എനർജി ഫോംസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഓക്കെ, നമ്മൾ എനർജി എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് എനർജീനെ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് നോക്കാം. മെയിൻലി ഒരു 4 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മളിവിടെ നോക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെയാണ് ബേസ്ഡ് ഓൺ നാച്ചർ ഓഫ് അവൈലബിലിറ്റി ഓഫ് എനർജി. അതായത് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നാച്ചുറൽ എനർജി അവൈലബിൾ ആയത്. ഓക്കെ, അപ്പൊ പ്രൈമറി റിസോഴ്സസ് നോക്കാം. പ്രൈമറി എനർജി സോഴ്സസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സോഴ്സസ് വിച്ച് ആർ ഐദർ ഫൗണ്ട് ഓർ സ്റ്റോർഡ് ഇൻ നാച്ചർ. അതായത് നാച്ചുറൽ നമുക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റിയതും അതേപോലെ നാച്ചുറൽ സ്റ്റോർ ചെയ്തേക്കുന്നതായിരിക്കുന്ന എനർജി സോഴ്സുകൾക്ക് നമുക്ക് എന്ത് പറയും, പ്രൈമറി റിസോഴ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കോള് നമുക്ക് അങ്ങനെ തന്നെ നാച്ചുറൽ കാണാൻ പറ്റും. നാച്ചുറൽ ഗ്യാസ് കാണാൻ പറ്റും, ഓയില്, ബയോമാസ്, സോളാർ, ടൈഡൽ, ഹൈഡ്രോ, ന്യൂക്ലിയർ, ഈ എല്ലാ ഫോം ഓഫ് എനർജിനെയും നമുക്ക് അങ്ങനെ തന്നെ നാച്ചുറൽ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, പ്രൈമറി റിസോഴ്സസ് എന്ന് പറയും. ദെൻ അടുത്തായിട്ടുള്ള ഫോമാണ് സെക്കൻഡറി റിസോഴ്സസ്. അതായത് പ്രൈമറി റിസോഴ്സ് നമുക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റിയിരുന്നു. സെക്കൻഡറി റിസോഴ്സുകൾ അപ്പോൾ എന്തായിരിക്കില്ല, ഇതേപോലെ നാച്ചുറൽ സ്റ്റോർഡ് ആയിട്ടും അല്ലെങ്കിൽ നാച്ചുറൽ അങ്ങനെ തന്നെ കാണാൻ പറ്റില്ല. ആ ടൈപ്പ് സോഴ്സുകൾക്കാണ്
സെക്കൻഡറി റിസോഴ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ നോക്കാം. സെക്കൻഡറി സോഴ്സസ് ഓഫ് എനർജി ആർ ഡിറൈവ്ഡ് ഫ്രം പ്രൈമറി എനർജി സോഴ്സസ്. അതായത് ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രൈമറി എനർജി റിസോഴ്സിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ടൈപ്പ് ഓഫ് എനർജിക്കാണ് നമ്മൾ എന്ത് പറയാ, സെക്കൻഡറി റിസോഴ്സസ് എന്ന് പറയാം. എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ ഇലക്ട്രിക്കൽ എനർജി. അതായത് ഇലക്ട്രിക്കൽ എനർജി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ കോള് നമ്മൾ എന്ത് ചെയ്യും, കത്തിക്കും. എന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ തെർമൽ എനർജി ഉണ്ടാക്കിയിട്ട് നമ്മൾ ടർബൈൻ കറക്കും. ടർബൈൻ കറക്കിയിട്ട് അതിനകത്തുനിന്ന് ജനറേറ്റർ വഴി നമ്മൾ എന്ത് ഉണ്ടാക്കിയെടുക്കും, ഇലക്ട്രിക്കൽ എനർജി. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഹൈഡ്രോ നമുക്ക് പരിചയം ഉണ്ടാവും. ഡാമുകളിൽ നിന്ന് നമ്മൾ ടർബൈൻ കറക്കും, അതുവഴി എന്ത് ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കും. അപ്പൊ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി എനർജി റിസോഴ്സുകളാണ്. ഓക്കെ, ദെൻ അടുത്ത മോഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ട്രഡീഷണൽ യൂസ്. അതായത് പണ്ട് മുതൽ എങ്ങനെയാണ് എനർജിനെ യൂസ് ചെയ്തു വന്നത് എന്ന് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് രീതി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് കൺവെൻഷണൽ എനർജി, ദെൻ നോൺ കൺവെൻഷണൽ എനർജി. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സോഴ്സസ് വിച്ച് ആർ യൂസ്ഡ് ട്രഡീഷണലി. അതായത് പണ്ട് മുതലേ അങ്ങനെ തന്നെ യൂസ് ചെയ്തു വന്ന എനർജി ഫോംസിനാണ് നമ്മൾ എന്ത് പറയാ, കൺവെൻഷണൽ എനർജി റിസോഴ്സസ് എന്ന് പറയാം. അതിനകത്ത് തെർമൽ എനർജി. തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബയോമാസ് ഒക്കെ ബേൺ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി ഫോം. അതേപോലെ തന്നെ ഫോസിൽ ഫ്യൂവൽ എന്താണ് നമ്മൾ ബേൺ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന എനർജി, അതായത് ടെമ്പറേച്ചർ കാരണം ഉണ്ടാകുന്ന എനർജി ആണ് തെർമൽ എനർജി. ദെൻ ഹൈഡ്രോ പവർ എനർജി, അതായത് വാട്ടർ ഉപയോഗിച്ചിട്ട് അതിനകത്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന എനർജി. ഇതൊക്കെ പണ്ട് മുതലേ യൂസ് ചെയ്ത് വന്ന എനർജി ഫോംസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതൊക്കെ എന്താണ്, കൺവെൻഷണൽ എനർജി സോഴ്സുകളാണ്. ദെൻ അടുത്താണ് നോൺ കൺവെൻഷണൽ എനർജി. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ദീസ് സോഴ്സസ് ആർ ഡെവലപ്ഡ് ഇൻ റീസെന്റ് പാസ്റ്റ്. ഓക്കെ, അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ച അല്ലെങ്കിൽ പുതുതായിട്ട് യൂസ് ചെയ്തു വരുന്ന ഫോം ഓഫ് എനർജിക്കാണ് നമ്മൾ എന്താ പറയാ, നോൺ കൺവെൻഷണൽ ഫോം ഓഫ് എനർജി. അതിന് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി. അപ്പൊ ഇതൊക്കെ നമ്മൾ റീസെന്റ് ഇയേഴ്സിൽ മാത്രം യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പൊ ഇങ്ങനത്തെ എനർജിക്ക് നമ്മൾ എന്ത് പറയും, നോൺ കൺവെൻഷണൽ എനർജി എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ലോങ് ടേം അവൈലബിലിറ്റി. അതായത് നമുക്ക് ഒരു എനർജി ഫോം എത്രത്തോളം കാലം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് റിന്യൂവബിൾ എനർജി സോഴ്സസ്, അടുത്താണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഇത് നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് തന്നെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സബ്ജക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം എന്താണ് റിന്യൂവബിൾ എനർജി സോഴ്സസ്? ഡെഫിനിഷൻ നോക്കാം. ദീസ് ആർ എനർജി സോഴ്സസ് which are being continuously produced in nature and they are inexhaustible. അതായത് നമ്മുടെ നാച്ചുറൽ അതെന്താവും, കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ദേ ആർ ഇൻഎക്സോസ്റ്റിബിൾ, അതൊരു കാലവും എന്ത് ചെയ്യില്ല, തീർന്നു പോകില്ല. അങ്ങനത്തെ ഫോം ഓഫ് എനർജിക്കാണ് എന്ത് പറയാം, റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയാം. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോളാർ എനർജി, ടൈഡൽ എനർജി, ജിയോ തെർമൽ, വിൻഡ്, ഹൈഡ്രോ, ഇതൊക്കെ എന്താവും, നാച്ചുറൽ കണ്ടിന്യൂസ്ലി ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഹൈഡ്രോ എടുത്തു കഴിഞ്ഞാൽ തന്നെ നാച്ചുറൽ എന്താവും, റീസൈക്കിൾ ആയിക്കൊണ്ടേയിരിക്കും. ദെൻ അടുത്തതാണ് നോക്കാനുള്ളത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. അതായത് റിന്യൂവബിൾ അല്ലാത്ത എനർജി സോഴ്സുകളാണ് ഇത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ദീസ് ആർ എനർജി സോഴ്സസ് വിച്ച് ആർ ഫൈനൈറ്റ് ആൻഡ് ഡു നോട്ട് ഗെറ്റ് റിപ്ലനിഷ്ഡ് ആഫ്റ്റർ ദെയർ കൺസപ്ഷൻ. അതായത് ഇത് ഫൈനൈറ്റ് ആണ്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. മാക്സിമം എത്രത്തോളം എമൗണ്ട് നമ്മുടെ നാച്ചുറൽ ഉണ്ട് അത് നമുക്ക് അളന്നെടുക്കാൻ പറ്റും. ദെൻ ഡു നോട്ട് ഗെറ്റ് റീപ്ലനിഷ്ഡ്, അതായത് എന്താവില്ല, അത് റീപ്ലേസ് ചെയ്യപ്പെടില്ല. കാലങ്ങൾ കഴിയുമ്പോൾ അത് റീപ്ലേസ് ചെയ്യപ്പെടില്ല. അപ്പൊ അങ്ങനത്തെ എനർജി സോഴ്സുകളാണ് എന്ത്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ കോള്, ഫോസിൽ ഫ്യൂവല്, ഗ്യാസ്, ന്യൂക്ലിയർ എനർജി, ഇതൊക്കെ എന്താവില്ല, നമ്മുടെ നാച്ചുറലിലേക്ക് തീർന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തീർന്നു പോകും. പിന്നെ അത് ഉണ്ടായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളും ഫോസിൽ ഫ്യൂവലൊക്കെ ആണെങ്കിൽ ഒരുപാട്
ഇയേഴ്സിന്റെ ടൈം എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസിലി അതെന്താവില്ല, റിപ്ലനിഷ് ആവില്ല. അങ്ങനത്തെ ഫോംസ് ഓഫ് എനർജിക്കാണ് നമ്മൾ എന്ത് പറയാ, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയാം. നാലാമത്തെ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി ഇൻ ദ മാർക്കറ്റ്. അത് മെയിൻലി കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസ് എന്നും നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസ് എന്നും പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ മാർക്കറ്റിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്ന സോഴ്സുകൾക്ക് നമ്മൾ എന്ത് പറയും, കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസ് എന്ന് പറയും. മാർക്കറ്റിൽ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റാത്ത എനർജി സോഴ്സുകളാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസ് എന്ന് പറയും. അപ്പം എന്താണ് കൊമേഴ്ഷ്യൽ എനർജി സോഴ്സ്? അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. The energy sources that are used to generate electricity and that are available in the marketplace with a specific price are known as commercial energy sources. അതായത് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി സോഴ്സുകളും അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന എനർജി സോഴ്സുകളും എല്ലാം എന്താണ് കൊമേഴ്ഷ്യൽ എനർജി സോഴ്സ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും എന്താണ് ഒരു കൊമേഴ്ഷ്യൽ എനർജി സോഴ്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഇവിടെ നോക്കാം. എന്താണ് ഇലക്ട്രിസിറ്റി, കോള്, അഡ്വാൻസ്ഡ് പെട്രോളിയം പ്രൊഡക്റ്റ്. അഡ്വാൻസ്ഡ് പെട്രോളിയം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് വരും, നമ്മുടെ പെട്രോള്, ഡീസല്, കെറസിന്, അതൊക്കെ ഇതിനകത്ത് വരും. ഇതൊക്കെ നമുക്ക് ഒരു സ്പെസിഫിക് എമൗണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്രോൾ വാങ്ങാം, ഡീസൽ വാങ്ങാം, അതേപോലെ കോള് വാങ്ങാം. ഇലക്ട്രിസിറ്റി നമ്മൾ വീട്ടിൽ ആണെങ്കിൽ അതിന് ഇപ്പർ യൂണിറ്റ് നമ്മൾ ഒരു ക്യാഷ് കൊടുക്കുന്നുണ്ട്. അതേപോലെ കൊമേഴ്ഷ്യലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന് വേറൊരു യൂണിറ്റിന് വേറൊരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്ന എനർജി റിസോഴ്സുകൾക്ക് നമ്മൾ എന്ത് പറയും, കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസ് എന്ന് പറയും. എനർജി റിസോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ അപ്പൊ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് റിന്യൂവബിൾ എനർജി റിസോഴ്സ്. അപ്പം മെയിൻലി അതിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യമായി ക്ലീൻ, സേഫ് ആൻഡ് എഫിഷ്യൻറ്റ്. റിന്യൂവബിൾ എനർജി സോഴ്സുകൾ എപ്പോഴും ക്ലീൻ ആയിരിക്കും, അതുപോലെ സേഫ് ആണ്. എഫിഷ്യൻസി നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എഫിഷ്യൻസി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ദെൻ ന്യൂമറസ് മെത്തേഡ് ഫോർ ക്രിയേറ്റിംഗ് റിന്യൂവബിൾ പവർ. അതായത് റിന്യൂവബിൾ എനർജി നമുക്ക് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ റിന്യൂവബിൾ പവർ നമുക്ക് ഉണ്ടാക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സോളാർ, വിൻഡ്, ടൈഡൽ, അങ്ങനെ പറഞ്ഞിട്ട് ജിയോ തെർമൽ, ഒരുപാട് മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യണം, റിന്യൂവബിൾ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഗിവ്സ് യുവർ കൺട്രി എനർജി ഇൻഡിപെൻഡൻസ്. അതായത് നമ്മൾ കൂടുതൽ നമ്മുടെ എനർജി റിസോഴ്സുകളും എന്താ ചെയ്യുന്നത്, പുറത്തെ കൺട്രീസിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി ആയാലും അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽ ആയാലും നമ്മൾ ബാക്കി കൺട്രീസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് നമ്മുടെ കൺട്രിക്ക് എനർജി ഇൻഡിപെൻഡൻസ് അവിടെ കിട്ടും. ദെൻ അടുത്തായിട്ട് പ്രൊവൈഡ്സ് ജോബ് ഫോർ യുവർ ലോക്കൽ കമ്മ്യൂണിറ്റി. അതായത് ഇതുപോലത്തെ എനർജി റിന്യൂവബിൾ എനർജി റിസോഴ്സുകൾ നമ്മൾ ഉണ്ടാക്കുന്നതോടെ നമ്മുടെ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ എന്ത് കിട്ടും, ജോബ് കിട്ടും. ദെൻ ഡസിൻ റിലൈ ഓൺ ദ മെയിൻ പവർ ഗ്രിഡ്. പവർ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പവർ നമ്മൾ എക്സസ് പവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ആവശ്യമായ പവർ, നമ്മുടെ കയ്യിൽ പവർ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ള സംഭവമാണ് പവർ ഗ്രിഡ്. അപ്പൊ ഇതിനെ നമുക്ക് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല, കാരണം നമുക്ക് ആവശ്യമായ എനർജി നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റേബിൾ കോസ്റ്റ്. അതായത് എനർജിയുടെ, നമ്മുടെ റിന്യൂവബിൾ എനർജി സോഴ്സുകളുടെ കോസ്റ്റ് ഒരുപാട് വേരി ചെയ്യുന്നൊന്നുമില്ല. നമുക്കത് ഇനീഷ്യൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാലം നമുക്ക് എനർജി കൺസ്യൂം ചെയ്യാൻ പറ്റും. ദെൻ സേവ് ആൻഡ് മേക്ക് മണി. അത് നമ്മുടെ എനർജീനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഒരുപാട് എനർജി നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, പവർ ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്തിട്ട് നമുക്ക് മേക്ക് മണി, നമുക്ക് ക്യാഷ് ഉണ്ടാക്കുകയും ചെയ്യാം. അടുത്തായിട്ട് നമ്മുടെ സിലബസിൽ വരുന്ന ഭാഗമാണ് ഗ്ലോബൽ എനർജി റിസോഴ്സസ് ആൻഡ് കൺസംഷൻ. അതായത് വേൾഡ് വൈഡ് എത്രത്തോളം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓൾമോസ്റ്റ് 87% ഓഫ് വേൾഡ്സ് ടോട്ടൽ പ്രൈമറി എനർജി സപ്ലൈ ഇൻ ദ ഇയർ 2014 കംപ്രൈസസ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. അതായത് ലോകത്ത് 2014 കണക്ക് പ്രകാരം ലോകത്തിൽ 87% പ്രൈമറി എനർജി സപ്ലൈയിൽ എന്താണ് വരുന്നത്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകളാണ് വരുന്നത്. അതായത് നമ്മുടെ ഓയിൽ, അതായത് ഫോസിൽ ഫ്യൂൽ കാര്യങ്ങൾ, ദെൻ നാച്ചുറൽ ഗ്യാസ്, കോള്, യുറേനിയം ഒക്കെയാണ് വരുന്നത്. ബാക്കി തുച്ഛമായ ശതമാനം മാത്രമായിരുന്നു എന്ത് വരുന്നത്, റിന്യൂവബിൾ എനർജി സോഴ്സുകൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. ദെൻ ഫിഗർ ബിലോ ഷോസ്
ഫോസിൽ ഫ്യൂൽ എക്സ്ട്രാക്ഷൻ റിമൈനിങ് ഫോർ ഫ്യൂച്ചർ. അതായത് 2013 ശേഷം എത്രത്തോളം ഫോസിൽ ഫ്യൂൽ നമുക്ക് ഇവിടെ ബാക്കി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് കോളിന്റെ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 113 വർഷം കൂടെ എന്തുണ്ടാവും, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിൽ കോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 113 വർഷം കൂടെ മാത്രമേ കോൾ നമുക്ക് ഉണ്ടാവും. അതുപോലെ നാച്ചുറൽ ഗ്യാസ് ആണെങ്കിൽ 55 വർഷം, അതുപോലെ ക്രൂഡ് ഓയിൽ ആണെങ്കിൽ 53 വർഷം മാത്രമാണ് നമുക്ക് ഇത് റിമൈൻ ചെയ്യുന്നത്. നമുക്ക് ഗ്ലോബൽ എനർജി റിസോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സുകൾ ആയിട്ടുള്ളത് കോൾ ഉണ്ട്, പെട്രോളിയം പ്രൊഡക്ട്സ് ഉണ്ട്, അതേപോലെ നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, ന്യൂക്ലിയർ ആയിട്ടുള്ള ന്യൂക്ലിയർ എനർജി ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകൾ. ദെൻ റിന്യൂവബിൾ ആയിട്ട് നമുക്ക് വേൾഡ് വൈഡ് ഉള്ള എനർജി റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ സോളാർ, ബയോ എനർജി, വിൻഡ്, ജിയോ തെർമൽ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന എനർജി റിസോഴ്സുകൾ ഗ്ലോബലി വരുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ടിൽ 1800 ഓൺലി ബയോമാസ് വെർ യൂസ്ഡ്. അതായത് 1800 കാലഘട്ടം വരെ നമ്മൾ എന്ത് മാത്രം യൂസ് ചെയ്തത്, ബയോമാസ് മാത്രമാണ് യൂസ് ചെയ്തത്. അന്നത്തെ ആൾക്കാർക്ക് ബാക്കി എനർജി ഫോംസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. എക്സ്പാൻഷൻ ഓഫ് ഓയിൽ ഡിഡ് നോട്ട് ബിഗാൻ അണ്ടിൽ 1870. അതായത് ഫോസിൽ ഫ്യൂലുകൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയത് 1870 ശേഷം മാത്രമാണ്. അതേപോലെ കോൾ കൺസപ്ഷൻ ഹാസ് ഇൻക്രീസ്ഡ് സിഗ്നിഫിക്കൻറ്റ്ലി ബൈ 1900. അതായത് 1900 കാലഘട്ടത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കോൾ നമ്മൾ കണ്ടുപിടിച്ചു, കോളിന്റെ കൺസപ്ഷൻ വല്ലാണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഓയിൽ യൂസേജ് ഇൻക്രീസ്ഡ് ഇൻ ദ മിഡ് ഓഫ് 20th സെഞ്ചുറി. 20ാം നൂറ്റാണ്ടിന്റെ പകുതി ആയപ്പോഴേക്കും നമ്മൾ ഓയിൽ യൂസേജ് എന്ത് ചെയ്തു, കൂടി തുടങ്ങി. ദെൻ വേൾഡ് മൂവ്ഡ് ടു എ ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ബൈ 1960. 1960 ശേഷമാണ് ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി 20th സെഞ്ചുറി വരെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടില്ല, റിന്യൂവബിൾ എനർജി റിസോഴ്സുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത് 1990 വരെ എന്ത് ചെയ്തില്ല, റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ലൈക്ക് സോളാർ, വിൻഡ്, ടൈഡൽ വെർ നോട്ട് യൂസ്ഡ്. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. Then other energy resources like geothermal and marine technologies are now widely used because of smaller amount of production. അതായത് ജിയോതെർമൽ എനർജി സോഴ്സുകളും അതേപോലെ മറൈൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ വേവ് എനർജി എക്സ്ട്രാക്ഷൻ, അതേപോലെ ഓഷ്യൻ തെർമൽ എനർജി പ്രൊഡക്ഷൻ, ഇതൊക്കെ നമ്മൾ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അതെന്തായിരുന്നു, സ്മോളർ എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ, നമുക്ക് പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു. Then in 2015 world consumed about 1,46,000 terawatt hour of primary energy. അതായത് 2015 കണക്കിൽ 1,46,000 ടെറാവാട്ട് ഓഫ് പ്രൈമറി എനർജി നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്, 1800, അതായത് നമ്മൾ ഫോസിൽ ഫ്യൂൽ ഒക്കെ യൂസ് ചെയ്ത ആ കാലത്തിനെ വെച്ച് നോക്കുമ്പോൾ 25 times മോർ ആണ്. ദെൻ മോർ ദാൻ ഹാഫ് ഓഫ് ദ ഗ്ലോബൽ എനർജി ഈസ് യൂസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ സെക്ടർ. അതായത് 54% ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എനർജി യൂസ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്പോർട്ടേഷനിൽ 25%. ദെൻ റെസിഡൻഷ്യൽ, അതായത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളത് വെറും 12% മാത്രമാണ്. ദെൻ കൊമേഴ്ഷ്യൽ സെക്ടറിൽ 7.1% നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഗ്ലോബൽ എനർജി റിസോഴ്സുകളുടെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തത്. ഈ ഒരു ചാർട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതിനകത്ത് ഓരോ എനർജി ഫോംസും എത്ര ഷെയർ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതിവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ 33% ഓയിലാണ് എന്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 22% നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, കോളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ 21% നമ്മൾ നാച്ചുറൽ ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് പുറകിലായിട്ട് ബയോമാസ്, അതായത് നമ്മുടെ വിറകൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 11%. ദെൻ 6% നമ്മൾ ന്യൂക്ലിയർ എനർജി, അതായത് ന്യൂക്ലിയർ ഫിഷൻ വഴിയുള്ള എനർജിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ 6% ഹൈഡ്രോ എന്താണ്, ഒരു റിന്യൂവബിൾ സോഴ്സ് തന്നെയാണ്. അപ്പം 6% നമ്മൾ വാട്ടറിൽ നിന്ന് ഉണ്ടാക്കുന്ന എനർജിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതർ റിന്യൂവബിൾ എനർജി സോഴ്സ്, അതായത് അതർ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ സോളാർ, വിൻഡ്, ടൈഡൽ അങ്ങനത്തെ പറഞ്ഞ എനർജി റിസോഴ്സുകൾ നമ്മൾ എന്താ ചെയ്യുന്നത്, വെറും 2% മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കണക്ക് 2014 പ്രകാരമുള്ള കണക്കാണ്. അപ്പൊ ഈ ഒരു ചാർട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക.
അടുത്തായിട്ട് നമുക്ക് ഓരോ എനർജി സോഴ്സുകളെ പറ്റി പഠിക്കാം. ആദ്യമായി ഓയിൽ റിസർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1963 കാലഘട്ടങ്ങളിൽ 300 ബില്യൺ ബാരൽസ് ഓഫ് ഓയിൽ മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 1994 ആയപ്പോഴേക്കും 998 ബില്യൺ ബാരൽസ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ കുറച്ചും കൂടെ സമയം നമ്മൾ എടുത്തു. 2000 കാലഘട്ടം ആയപ്പോഴേക്കും 1016 ബില്യൺ ബാരൽസ് ഓഫ് ഓയിൽ റിസർവ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. But estimate have increased reserve to more than 1300 billion barrels in 2014. വീണ്ടും ഒരു 14 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമ്മൾ 1963 ഉണ്ടായിരുന്നതിന്റെ 4 മടങ്ങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഓയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇനിയും നമ്മൾ കണ്ടുപിടിക്കാത്ത ഓയിൽ റിസർവ് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഒരു ഇൻക്രീസിങ് ഫാക്ടർ വളരെ കുറവാണ്. അതായത് 300 ഉണ്ടായിരുന്നത് ആദ്യം 998 ആയിട്ടുണ്ടായിരുന്നു, പിന്നെ 1016 ആയി, പിന്നെ 1300 ആയി. അതായത് ആ ഒരു ഇൻക്രീസിങ് റേറ്റ് വളരെ കുറവാണ്. Then about 90% of world's proven reserve of crude oil are accounted for about 15 countries. അത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച ഈ ടോട്ടൽ ഓയിൽ റിസർവിൽ ഏറ്റവും കൂടുതൽ, അതായത് 90%ഉം 15 കൺട്രിയിൽ മാത്രമാണ് ഉള്ളത്. അതായത് വേൾഡ് വൈഡ് ആയിട്ട് പരന്ന് കിടക്കുകയല്ല, ഈ 15 കൺട്രീസിൽ മാത്രമായിട്ടാണ് 90%ഉം കിടക്കുന്നത്. അക്കോർഡിംഗ് ടു കറന്റ് എസ്റ്റിമേറ്റ് 80% ഓഫ് വേൾഡ്സ് പ്രൂവൺ ക്രൂഡ് ഓയിൽ റിസർവ് ആർ ലൊക്കേറ്റഡ് ഇൻ OPEC കൺട്രീസ്. അതായത് 80% OPEC കൺട്രീസിന്റെ കയ്യിലാണുള്ളത്. OPEC കൺട്രീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കമ്പനീസ്. അതിനകത്ത് 14-15ഓളം കമ്പനികൾ വരുന്നുണ്ട്, കൺട്രീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് OPEC കൺട്രീസ്. അതിനകത്ത് ബൾക്ക് ഓഫ് ദി OPEC റിസർവ് ഇൻ മിഡിൽ ഈസ്റ്റ് അമൗണ്ടിങ് 65%. അതായത് ഈ 80%ത്തിന്റെ 65% മിഡിൽ ഈസ്റ്റിന്റെ കയ്യിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് OPECന്റെ ഷെയർ നിങ്ങൾക്ക് കാണാം. OPEC എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഇത്രയും കൺട്രീസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതിൽ ഓരോ കൺട്രീസിന്റെ കയ്യിലുള്ള ഷെയർ ഇവിടെ കാണാം. ദെൻ നമ്മുടെ ടോട്ടൽ ഓയിൽ റിസർവിൽ ഇവിടെ നോക്കിയാൽ 80%ഓളം ആരുടെ കയ്യിലുള്ളത്? ടോട്ടൽ റിസർവിൽ 80%ഓളം OPEC കൺട്രീസിന്റെ കയ്യിലാണ്. നോൺ OPEC കൺട്രീസിന്റെ കയ്യിൽ വെറും 20% മാത്രമാണ് റിമെയിൻ ചെയ്യുന്നത്. ഓക്കെ. ദെൻ നമ്മൾ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന അടുത്ത എനർജി റിസോഴ്സ് ആണ് നാച്ചുറൽ ഗ്യാസ്. അതിന്റെ റിസർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 ഡെക്കേഡ്സ് നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ യൂസ്, അതായത് നാച്ചുറൽ ഗ്യാസിന്റെ യൂസ് എന്തായിട്ടുണ്ട്? വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ വേൾഡ്സ് ടോട്ടൽ പ്രൂവൺ നാച്ചുറൽ ഗ്യാസ് റിസർവ് അറ്റ് ദ എൻഡ് ഓഫ് 2014 stood 187.1 ട്രില്യൺ ക്യൂബിക് മീറ്റർ. അതായത് 187 TCM നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? നാച്ചുറൽ ഗ്യാസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 54 വർഷത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു നാച്ചുറൽ ഗ്യാസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ based on data from British Petroleum Statistical Review, end of 2014, proven gas reserve were dominated by 3 countries. അതായത് നമ്മൾ ഈ ബ്രിട്ടീഷ് പെട്രോളിയം സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂ പ്രകാരം നമ്മുടെ നാച്ചുറൽ ഗ്യാസ് റിസർവ് ഏറ്റവും കൂടുതൽ 3 കൺട്രീസിലാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇറാനിൽ 34 TCM എന്ന് പറഞ്ഞാൽ ട്രില്യൺ ക്യൂബിക് മീറ്റർ. ടോട്ടൽ 187ൽ 34 ആരുടെ കയ്യിലാണുള്ളത്? ഇറാന്റെ കയ്യിലാണ്. ദെൻ 32 ഉള്ളത് ആരുടെ കയ്യിലാണ്? റഷ്യന്റെ കയ്യിലാണ്. ദെൻ 24.5 TCM വരുന്നത് ഖത്തറിന്റെ കയ്യിലാണ്. അപ്പോൾ വലിയൊരു ശതമാനം ഈ 3 കൺട്രീസിന്റെ കയ്യിലാണ് ഉള്ളത്. ആ ഒരു കണക്കുകൾ തന്നെ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിന്റെ കയ്യിലാണ് 79.81 ട്രില്യൺ ക്യൂബിക് മീറ്റർ മിഡിൽ ഈസ്റ്റിന്റെ കയ്യിലാണ്. അടുത്തായിട്ട് യൂറോപ്പ് ആൻഡ് യുറേഷ്യ, അവിടെ 58.03, അതായത് 30% വരുന്നുണ്ട്. ദെൻ പിന്നെ വരുന്നത് ഏഷ്യ പസഫിക്കിൽ 16.1, ദെൻ ആഫ്രിക്കയിൽ 14.15, ദെൻ നോർത്ത് അമേരിക്കയിൽ 12.15 TCM, ദെൻ സൗത്ത് ആൻഡ് സെൻട്രൽ അമേരിക്കയിൽ 7.66, അതായത് 4% ആണ് നാച്ചുറൽ ഗ്യാസിന്റെ റിസർവ് വരുന്നത്. ദെൻ അടുത്ത എനർജി റിസോഴ്സ് ആണ് കോൾ. അപ്പോൾ കോളിന്റെ റിസർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോം ഓഫ് എനർജി റിസോഴ്സ് ആണ്
coal, and it was the first of the fossil fuel to be used by mankind. ആദ്യമായി നമ്മൾ ഫോസിൽ ഫ്യൂവൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫോസിൽ ഫ്യൂവൽ വരുന്നതാണ് കോള്, അതേപോലെ പെട്രോളിയം എല്ലാം അതിനകത്ത് വരുന്നതാണ്. അപ്പം ആദ്യമായി മനുഷ്യൻ യൂസ് ചെയ്തത് എന്താണ്? പെട്രോളിയം പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് കോളാണ്. Then most recent estimate confirm that world has very large quantities of recoverable coal reserve. അതായത് ഏകദേശം 900 ബില്യൺ ടൺസ് കോൾ എന്തുണ്ട് നമ്മുടെ കയ്യിൽ റിസർവ് ആയിട്ട് കിടക്കുന്നുണ്ട്. There is enough coal to last for more than 100 years. അതായത് 100ഓളം വർഷങ്ങൾ ലാസ്റ്റ് ചെയ്യാൻ മാത്രം കോൾ നമ്മുടെ കയ്യിലുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. Almost 73% of coal resources are കോൺസെൻട്രേറ്റഡ് ഇൻ 5 കൺട്രീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോളിന്റെ കേസിലാണെങ്കിൽ 73% 5 കൺട്രിയുടെ കയ്യിലാണ് എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ 5 കൺട്രീസിൽ എന്ത് വരുന്നുണ്ട്? ഇന്ത്യ വരുന്നുണ്ട്. ലാസ്റ്റ് ആണെങ്കിലും ഇന്ത്യ ഈ 5 കൺട്രീസിൽ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കോൾ റിസർവ് ഉള്ളത് യുഎസിന്റെ കയ്യിലാണ്. അതായത് 237 ബില്യൺ ടൺസ് എന്ത് കോള് ആരുടെ കയ്യിലുണ്ട്? യുഎസിന്റെ കയ്യിലുണ്ട്. ദെൻ റഷ്യന്റെ കയ്യിൽ 157 ബില്യൺ ടൺസ് ഉണ്ട്. ദെൻ ചൈനന്റെ കയ്യിൽ 114, ദെൻ ഓസ്ട്രേലിയന്റെ കയ്യിൽ 76, ഇന്ത്യന്റെ കയ്യിൽ 60 ബില്യൺ ടൺസ് ഓഫ് കോള് റിസർവ് ഉണ്ട്. അതർ കൺട്രീസിന്റെ എല്ലാം കൂടെ വരുന്നത് 246 ആണ്. ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കൺട്രീസിന്റെ കയ്യിലുള്ള ഏകദേശം എമൗണ്ട് ആരുടെ കയ്യിൽ തന്നെ ഉണ്ട്? യുഎസിന്റെ കയ്യിൽ തന്നെ കോൾ റിസർവ് ഉണ്ട്. അടുത്തൊരു എനർജി ഫോം ആണ് ന്യൂക്ലിയർ എനർജി. അതിന്റെ റിസർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ എനർജി ഹാസ് ബീൻ വൈറ്റൽ കമ്പോണന്റ് ഓഫ് എനർജി ഇൻഡസ്ട്രി ത്രൂ ഔട്ട് ദ വേൾഡ് ആൻഡ് ഇറ്റ് വിൽ റിമെയിൻ സോ ആസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ആർ മെയ്ഡ്. അതായത് ന്യൂക്ലിയർ എനർജി നമ്മുടെ വൈറ്റൽ കമ്പോണന്റ് ഓഫ് എനർജി ഇൻഡസ്ട്രി ആണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു എനർജി ഫോം ആണെന്ത്? ന്യൂക്ലിയർ എനർജി. കാരണം എന്താണ്? നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അത്രയും നടക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ നമുക്ക് ഈ ന്യൂക്ലിയർ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം എന്താണ്? അന്ന് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വളരെ കുറവായിരുന്നു. ഇപ്പൊ അതൊക്കെ ഇമ്പ്രൂവ് ആയി നമുക്ക് ന്യൂക്ലിയർ എനർജീനെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയേഷനും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ യൂസ് എന്തായിട്ടുണ്ട്? വളരെയധികം കൂടിയിട്ടുണ്ട്. Then world's non-uranium resources increased by about 1/4 in the last decade. അതായത് ലാസ്റ്റ് 10 വർഷം നോക്കുകയാണെങ്കിൽ ടോട്ടൽ യുറേനിയത്തിന്റെ 1/4 കൂടെ എന്തായിട്ടുണ്ട്? നമ്മൾ അധികം റിസർവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. Then world has very large quantities, about 5.9 million tons recoverable uranium reserve. 5.9 million tons യുറേനിയം നമുക്ക് റിക്കവറബിൾ ആയിട്ട് നമ്മൾ 2013 കണ്ടുപിടിച്ചിട്ടുണ്ട്. World's present measured resources of uranium used only in conventional reactors are enough to last for about 90 years. അതായത് ഈ പറഞ്ഞ യുറേനിയം നമ്മൾ കൺവെൻഷണൽ റിയാക്ടേഴ്സിൽ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും? 90 ഇയേഴ്സോളം നമുക്ക് യൂസ് ചെയ്യാനുള്ള യുറേനിയം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് ഓരോ കൺട്രീസിന്റെ കയ്യിലും എത്രത്തോളം യുറേനിയത്തിന്റെ ഷെയർ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഓസ്ട്രേലിയ നോക്കുകയാണെങ്കിൽ 29% ഓഫ് വേൾഡ് റിസർവ് ആരുടെ കയ്യിലാണ്? ഓസ്ട്രേലിയന്റെ കയ്യിലാണ്. ദെൻ കസാഖിസ്ഥാൻ 12%, റഷ്യ 9%, കാനഡ വരുന്നത് 8%, ദെൻ നൈഗർ വരുന്നത് 7%, നമീബിയ വരുന്നത് 6%. അങ്ങനെ പറഞ്ഞിട്ട് ഓരോ കൺട്രീസിന്റെ കയ്യിലുള്ള യുറേനിയത്തിന്റെ റിസർവ് നിങ്ങൾക്ക് കാണാം. ബാക്കി കൺട്രീസിന്റെ കയ്യിൽ 12% മാത്രമാണ് ഉള്ളത്. ചൈന ഒക്കെ ഇതിന്റെ ലാസ്റ്റിലേക്ക് വരുന്നുണ്ട്. ചൈന USA പൊതുവെ കുറവാണ്, 4% വെച്ചിട്ടാണ് യുറേനിയത്തിന്റെ റിസർവ് വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത എനർജി ഫോംസ് എല്ലാം നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞത് കോൾ പറഞ്ഞു, നാച്ചുറൽ ഗ്യാസ് പറഞ്ഞു, അതുപോലെ തന്നെ ന്യൂക്ലിയർ പറഞ്ഞു. ഇതെല്ലാം എന്താണ്? നോൺ റിന്യൂവബിൾ സോഴ്സ് ആണ്. നമ്മൾ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്? ഹൈഡ്രോ ഇലക്ട്രിക് റിസർവ് ആണ്. അപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലോകത്ത് യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള യൂസ് ചെയ്യുന്ന റിന്യൂവബിൾ ഫോം എന്ത് തന്നെയാണ്? ഹൈഡ്രോ ഇലക്ട്രിക് റിസർവ് തന്നെയാണ്. ദെൻ റീസെന്റ് എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ വേൾഡ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ ഈസ് അബൌട്ട് 3884.6 ടെറാവാട്ട് അവർ. അതായത് ഇത്രയും 3884.6 ടെറാവാട്ട് അവർ ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് 2014 കണക്ക് പ്രകാരം. ദെൻ റീജിയൻ വൈസ് ഗ്ലോബൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി
electricity production is shown in the figure below. Figure നമുക്ക് കാണാം. The countries producing most of the hydroelectricity include China. അതായത് 27% ഇലക്ട്രിസിറ്റിയും ചൈന ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then Canada around 10% ഉണ്ട്. ബ്രസീലും around 10% ഉണ്ട്. US 6.7%, റഷ്യ 4.5%, നോർവേ 3.5%. ഇന്ത്യയിൽ ആകെ വരുന്നത് 3.4% ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ മാത്രമാണ്. ജപ്പാനിൽ 2.3%. ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു ഓരോ കൺട്രീസും ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ എത്ര ശതമാനം ഓരോ കൺട്രീസും നടത്തുന്നുണ്ട്. ഇപ്പോൾ ചൈനന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി 27%, കാനഡ അതേപോലെ ബ്രസീലും അറൌണ്ട് 10% പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ ഇന്ത്യ ഒക്കെ വരുന്നത് 7th പൊസിഷനിലാണ്. 3.4% ഓഫ് ടോട്ടൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ആണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഏകദേശം ഈ വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് വേൾഡ് വൈഡ് എനർജി റിസോഴ്സുകളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കൺസംഷൻ, വേൾഡ് വൈഡ് എനർജി കൺസംഷൻ ആണ് നമുക്ക് അടുത്ത സ്ലൈഡ് തൊട്ട് നോക്കാനുള്ളത്. ഗ്ലോബൽ എനർജി കൺസംഷൻ നമ്മൾ നോക്കുകയാണ്. ആ സമയത്ത് പ്രൈമറി എനർജി കൺസംഷൻ, പ്രൈമറി എനർജി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നാച്ചുറലി ഫോമിൽ തന്നെ കിട്ടുന്ന എനർജി സോഴ്സുകളാണെന്ത് പ്രൈമറി എനർജി സോഴ്സസ്. അപ്പൊ അതിന്റെ കൺസംഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 2017 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ റിന്യൂവബിൾ ആയിട്ടുള്ള നാച്ചുറൽ ഗ്യാസ് അതേപോലെ റിന്യൂവബിൾ ആയിട്ടുള്ള മറ്റു എനർജി സോഴ്സുകൾ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ കോളിന്റെ ഷെയർ എന്തായിട്ടുണ്ട് എനർജി മിക്സ് നിന്ന് കുറയാൻ തുടങ്ങി, കണ്ടിന്യൂയിങ് ടു ഡിക്ലൈൻ. Then primary energy consumption growth averaged 2.2% in 2017. 2017 ആയ സമയത്തേക്കും പ്രൈമറി എനർജിയുടെ ഗ്രോത്ത് 2.2% ഓരോ ഇയറിലും 2.2% വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നത്തെ വർഷം 2016 ഒക്കെ ആയ സമയത്ത് അത് 1.2% മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, 2013 ശേഷം ഏറ്റവും വലിയ ആവറേജ് വന്നത് 2017ലാണ്. അതായത് അതുവരെ ഉണ്ടായിരുന്നു, അതിന് മുന്നേ 10 വർഷം വരെ ഉണ്ടായിരുന്നത് 1.7% മാത്രമായിരുന്നു. അപ്പം റീസെന്റ് ആയിട്ട് എന്തായിട്ടുണ്ട്, പ്രൈമറി എനർജി കൺസംഷനും കൂടിയിട്ടുണ്ട്. 2.2% വെച്ചിട്ട് ഇയർലി കൂടുന്നുണ്ട്. ദെൻ ബയോഫ്യൂൽ, നാച്ചുറൽ ഗ്യാസ് accounted for the largest increment in the energy consumption, followed by renewable and then oil. അത് ബയോഫ്യൂൽ എന്ന് പറഞ്ഞാൽ ബയോഡീസൽ ഒക്കെ പോലത്തെ ഫ്യൂലുകൾ, അതേപോലെ നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്തായത് കൺസംഷൻ ഇൻക്രീസ് ആയത്. അതേപോലെ തന്നെ അതിന് തൊട്ട് പിന്നാലായിട്ട് എന്തുണ്ട്, റിന്യൂവബിൾ സോഴ്സുകളും അതേപോലെ ഫോസിൽ ഫ്യൂലും എല്ലാം അതിന് തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. Then energy consumption rise by 3.1% in China. ചൈനന്റെ കാര്യം പറയുന്ന ചൈന വാസ് ദി ലാർജസ്റ്റ് ഗ്രോത്ത് മാർക്കറ്റ് ഫോർ എനർജി ഫോർ 70th കോൺസിക്യൂട്ടീവ് ഇയർ. 17 വർഷമായിട്ട് ഏറ്റവും വലിയ എനർജി മാർക്കറ്റ് ചൈനന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനന്റെ കാര്യം നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ 3.1% ചൈനയിൽ എന്തായിട്ടുണ്ട്, എനർജി കൺസംഷൻ ഇൻക്രീസ് ആയിട്ടുണ്ട്. Then global energy demand will be increased by around 30% in 2035 with an average growth of 1.3% per year. ഇവിടെ പറയുന്നത് ഒരു ഫോർകാസ്റ്റ് ആണ്, എനർജി ഫോർകാസ്റ്റ് ആണ് പറയുന്നത്. അതായത് 2035 ഒക്കെ ആകുമ്പോഴേക്കും എന്താവും, നമ്മുടെ ഇപ്പോഴത്തെ എനർജി കൺസംഷൻ അതിന്റെ 30% കൂടെ ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. അത് പെർ ഇയർ എടുക്കുന്ന സമയത്ത് അറൌണ്ട് 1.3% ആയിരിക്കും ഇൻക്രീസ് വരിക. Then non-fossil fuels are expected to account for half of the growth in energy supplies over the next 20 years. അടുത്തൊരു 20 years നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താവും, എനർജി കൺസംഷൻ ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ആ ഇൻക്രീസിൽ പകുതി ഭാഗവും എന്തായിരിക്കും, നോൺ ഫോസിൽ ഫ്യൂൽസിന്റെ ഇൻക്രീസ് ആയിരിക്കും വരിക. അതായത് നമ്മുടെ ഫോസിൽ ഫ്യൂൽ അല്ലാത്ത എനർജി സോഴ്സുകളുടെ ഇൻക്രീസ് ആയിരിക്കും വരിക. Then in 2014 world primary energy supply amounted 1,55,481 terawatt hour, while the world final energy consumption was 1,09,613 terawatt hour, about 29.5% less than the total supply. ഇവിടെ പറയുന്നത് പറഞ്ഞാൽ 1,55,000 terawatt hour നമ്മൾ എന്തായിട്ട് 2014 പ്രൈമറി എനർജി സോഴ്സ് ആയിട്ട്
പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫൈനൽ എനർജി കൺസംഷൻ നോക്കുകയാണെങ്കിൽ 1,09,000 മാത്രമേ ഉള്ളൂ. അതായത് ഒരു 29.5% ഒരു ലോസ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ പ്രൈമറി എനർജി നമ്മൾ എന്താക്കുന്നുണ്ട്, ട്രാൻസ്മിഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡറി എനർജി സോഴ്സ് ആയിട്ട് മാറ്റുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് വരുന്ന ലോസ് ആണ് ഈ പറയുന്നത്. Then, according to International Energy Agency (IEA) data from 1990 to 2008, the average energy used per person increased by 10%. അതായത് ഓരോ ഇൻഡിവിജ്വലിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും പണ്ട് കാലത്ത് കൺസ്യൂം ചെയ്ത എനർജി വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ അതെന്തായിട്ടുണ്ട്, 10% വരെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ നമ്മുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ എന്തായിട്ടുണ്ട്, ടോട്ടൽ പോപ്പുലേഷൻ 27% ഇൻക്രീസ് ആയിട്ടും ഉണ്ട്. അടുത്തായിട്ട് റീജിയൻ വൈസ് നമ്മൾ എനർജി കൺസംഷൻ നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ എന്തായിട്ടുണ്ട്, ഈ ഒരു കാലയളവിൽ 1990 to 2008 നമ്മൾ നോക്കുകയാണെങ്കിൽ 170% എനർജി ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതേപോലെ ചൈനയിൽ അറൌണ്ട് 146% എനർജി കൺസംഷൻ എന്തായിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ 91% എനർജി കൺസംഷൻ കൂടിയിട്ടുണ്ട്. ആഫ്രിക്ക 70%, ലാറ്റിൻ അമേരിക്ക 66%, USA ആണെങ്കിൽ 20% മാത്രമാണ് ഹൈക്ക് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഓവറോൾ വേൾഡ് നോക്കുകയാണെങ്കിൽ എന്തായിട്ടുണ്ട്, ഒരു 39% എനർജി കൺസംഷൻ കൂടിയിട്ടുണ്ട്. ദെൻ അടുത്തായിട്ട് നമ്മളുടെ വേൾഡ് ടോട്ടൽ പ്രൈമറി എനർജി കൺസംഷൻ നമ്മളൊരു പൈ ചാർട്ട് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ എനർജി പ്രൊഡക്ഷൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ നമ്മൾ കൺസംഷൻ നോക്കുകയാണെങ്കിൽ കോള് വരുന്നത് അറൌണ്ട് 30% കോളാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അതേപോലെ ഓയിൽ, ഫോസിൽ ഫ്യൂൽ കാര്യങ്ങളൊക്കെ വരുന്നത് 33% ആണ്. അതേപോലെ നാച്ചുറൽ ഗ്യാസ് അക്കൗണ്ട് ചെയ്യുന്നത് 24%. ദെൻ പിന്നെ വരുന്നത് ഹൈഡ്രോ ആണ്, റിന്യൂവബിൾ സോഴ്സ് ആയ ഹൈഡ്രോ ആണ് പിന്നെ വരുന്നത്. ദെൻ ന്യൂക്ലിയർ വരുന്നുണ്ട് 4%. ദെൻ ഹൈഡ്രോ അല്ലാത്ത ബാക്കി റിന്യൂവബിൾ സോഴ്സുകൾ വരുന്നത് 2% ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വേൾഡ് വൈഡ് ഉള്ള എനർജി പ്രൊഡക്ഷൻ അതേപോലെ എനർജി കൺസംഷൻ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏകദേശം വാല്യൂസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, എന്നിട്ട് എക്സാമിന് പ്രസന്റ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ എനർജി പ്രൊഡക്ഷനും കൺസംഷനും. ഇന്ത്യൻ എനർജി റിസോഴ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ എന്തുണ്ട്, റിന്യൂവബിൾ സോഴ്സുകളുണ്ട്, നോൺ റിന്യൂവബിൾ സോഴ്സുകളുണ്ട്. റിന്യൂവബിൾ സോഴ്സുകളായിട്ട് നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് സോളാർ എനർജി, വിൻഡ് എനർജി, ജിയോ തെർമൽ, ടൈഡൽ ഒക്കെ തന്നെയാണ്. അതേപോലെ നോൺ റിന്യൂവബിൾ നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് കോള്, പെട്രോളിയം വരുന്നുണ്ട്, പിന്നെ ചെറിയ രീതിയിൽ ന്യൂക്ലിയർ പവർ ഒക്കെ വരുന്നുണ്ട്. അത് തന്നെ എനർജി സോഴ്സ് നമ്മുടെ അതിന്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ തെർമൽ എനർജി എന്തായിട്ടുണ്ട്, 67%ഓളം തെർമൽ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ കോള് അതേപോലെ പെട്രോളിയം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ബേൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഫോം ഓഫ് എനർജിയാണ് തെർമൽ എനർജി. ദെൻ ഹൈഡ്രോ നമ്മൾ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് റിന്യൂവബിൾ ആയിട്ടുള്ള ഫോമാണ്, വെള്ളത്തിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന എനർജിയാണ് 17% വരുന്നത്. ദെൻ ബാക്കി റിന്യൂവബിൾ എനർജി ഫോംസ് നോക്കുകയാണെങ്കിൽ 13%. അത് ഏതൊക്കെയാണ്, നമ്മുടെ സോളാർ, വിൻഡ്, ജിയോ തെർമൽ, ടൈഡൽ ഒക്കെ വരുന്നത് 13%ഓളം റിന്യൂവബിൾ സോഴ്സുകളാണ്. ദെൻ ന്യൂക്ലിയറിൽ നിന്ന് നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് 3% മാത്രമാണ്. ദെൻ റിന്യൂവബിൾ എനർജി സോഴ്സസ് കോൺട്രിബ്യൂട്ട് അറൌണ്ട് 13%. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 13%ഓളം ആണ് എന്ത് റിന്യൂവബിൾ എനർജി സോഴ്സുകൾ വരുന്നത് ഇൻ ദ കൺട്രി. അത് തന്നെ എത്ര വരുന്നുണ്ട്, 31,692 മെഗാവാട്ടോളം ഈ ഒരു 13% തന്നെ വരുന്നുണ്ട്. Then there is a high potential for generation of renewable energy from various sources. അതായത് ഇന്ത്യന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റിന്യൂവബിൾ സോഴ്സ് എന്നുള്ള പ്രൊഡക്ഷന് നല്ലൊരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. അതായത് വിൻഡ് എനർജി, സോളാർ, ബയോമാസ്, സ്മോൾ ഹൈഡ്രോ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഇന്ത്യൻ എനർജി റിസോഴ്സ് ഓരോന്ന് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വിൻഡ് എനർജി കൺസിഡർ ചെയ്യാം. ദ യൂസ് ഓഫ് വിൻഡ് എനർജി ഈസ് റാപ്പിഡ്ലി ഇൻക്രീസിങ് ഇൻ ഇന്ത്യ. അതായത് ലാസ്റ്റ് ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിൻഡ് എനർജിന്റെ യൂസേജ് നമ്മൾ എന്തായിട്ടുണ്ട്, ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പം ടോട്ടൽ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ 19,933 മെഗാവാട്ട്. ഇത്രയും എനർജി നമ്മൾ വിൻഡ് എനർജിയിൽ നിന്ന് എന്താക്കുന്നുണ്ട്, എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അടുത്തായിട്ട്
സോളാർ എനർജിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യസ് തിയററ്റിക്കലി കാൽക്കുലേറ്റഡ് സോളാർ എനർജി ഇൻസിഡൻസ് ഓൺ ഇറ്റ്സ് ലാൻഡ് ഏരിയസ് alone is about 5000 ട്രില്യൺ കിലോവാട്ട് അവർ പെർ ഇയർ. അത് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പ്രദേശത്ത്, ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ഏരിയയിൽ ഇൻസിഡന്റ് ആവുന്ന, അവിടേക്ക് വരുന്ന സോളാർ എനർജിന്റെ ഒരു അളവാണ് ഈ പറഞ്ഞത് 5000 ട്രില്യൺ കിലോവാട്ട് അവർ. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം സോളാർ പൊട്ടൻഷ്യൽ ഓഫ് ഇന്ത്യ സ്റ്റാൻഡ്സ് അറ്റ് 748 ജിഗാവാട്ട്. അതായത് സോളാർ എനർജിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 748 ജിഗാവാട്ട് എനർജി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇൻ 2013 ടോട്ടൽ കപ്പാസിറ്റി ഓഫ് 2219 മെഗാവാട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. നമ്മൾ അതിനകത്ത് ഇപ്പം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് എത്രയാണ്, 2219 മെഗാവാട്ട് മാത്രമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. ദെൻ ഇന്ത്യയുടെ അടുത്തൊരു എനർജി റിസോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈഡൽ എനർജി. ടൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പീരിയോഡിക് റൈസ് ആൻഡ് ഫാൾ ഓഫ് വാട്ടർ ഇൻ സീ. അതായത് കടലില് വെള്ളത്തിന്റെ ഹൈറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. അത് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അപ്പൊ അതിനാണ് ടൈഡ് എന്ന് പറയുക. ഈ ടൈഡിന്റെ അകത്ത് നിന്ന് നമുക്ക് എനർജീനെ എക്സ്ട്രാക്ട് ചെയ്യാം. അതാണ് ടൈഡൽ എനർജി എന്ന് പറയാം. ദെൻ ടൈഡൽ എനർജി എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മുടെ ഗൾഫ് ഓഫ് കച്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മൾ അതിന്റെ ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കംപ്ലീറ്റഡ് അല്ല. പക്ഷെ അവിടെ എന്തുണ്ട്, നമുക്ക് നല്ല ഒരു സ്കോപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ, ടൈഡൽ എനർജിയുടെ പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ 8000 മെഗാവാട്ട് ഇൻ ഗൾഫ് ഓഫ് കാംബെ. ഈ ഒരു സ്ഥലത്ത് നമുക്ക് 8000 മെഗാവാട്ടോളം എനർജി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതേപോലെ ഗൾഫ് ഓഫ് കച്ച് ഈ പറഞ്ഞ സ്ഥലത്ത് 1200 മെഗാവാട്ട് എനർജി നമുക്ക് അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പോസിബിൾ ആണ്. ദെൻ അതേപോലെ തന്നെ 100 മെഗാവാട്ട് ഗാഞ്ചസ് ഡെൽറ്റ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത്, വെസ്റ്റ് ബംഗാളത്തെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് 100 മെഗാവാട്ട് ടൈഡൽ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. then അടുത്തൊരു എനർജി ഫോമാണ് ജിയോ തെർമൽ എനർജി. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമിയുടെ ടെമ്പറേച്ചറിൽ നിന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫോം ഓഫ് എനർജിയാണ് ജിയോ തെർമൽ. അത് എർത്തിന്റെ ക്രസ്റ്റിൽ ഒരുപാട് താഴേക്കല്ല, ഒരു 10 കിലോമീറ്റർ റേഞ്ചിലൊക്കെ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന എനർജിയാണ് ജിയോ തെർമൽ എനർജി. അപ്പോൾ ഇത് പല രീതിയിൽ നമ്മൾ എടുക്കുന്നുണ്ട്. മെയിൻലി 4 ടൈപ്സ് ഇവിടെ പറയുന്നുണ്ട്. ഹൈഡ്രോ തെർമൽ. ഹൈഡ്രോ തെർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്മയിൽ നിന്നൊക്കെ വരുന്ന ഹീറ്റ് നമ്മളുടെ വാട്ടർ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഈ ഹോട്ട് വാട്ടറിന്റെ അകത്ത് നിന്ന് നമ്മൾ എനർജീനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനാണ് ഹൈഡ്രോ തെർമൽ എന്ന് പറയാം. ദെൻ ജിയോ പ്രഷേർഡ് ജിയോ തെർമൽ റിസോഴ്സ്. അതായത് ഒരു 3 to 5 കിലോമീറ്റേഴ്സ് ഒക്കെ താഴേക്ക് പോകുന്ന സമയത്ത് എന്താവും, നമ്മുടെ ഈ വാട്ടറിന്റെ കൂടെ മീഥൈനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ഒരു ഹൈ പ്രഷറിൽ നിൽക്കുന്നുണ്ടാവും. അതായത് 3 to 5 കിലോമീറ്റർ ഒക്കെ അടിയിൽ ഇത് ഹൈ പ്രഷറിൽ നിൽക്കുന്നുണ്ടാവും. ഈ ഹൈ പ്രഷറിലുള്ള വാട്ടർ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അതിന്റെ അകത്ത് നിന്ന് എന്തുണ്ടാക്കും, എനർജി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് ജിയോ പ്രഷേർഡ് ജിയോ തെർമൽ എനർജി എന്ന് പറയും. ദെൻ ഹോട്ട് ഡ്രൈ റോക്ക് ഡെപ്പോസിറ്റ്. അതായത് നമ്മളൊരു 3 കിലോമീറ്റർ ഒക്കെ താഴേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള റോക്കിന് എന്തായിരിക്കും, ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പൊ ഈ റോക്കിന്റെ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജിയോ തെർമൽ എനർജീനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അതേപോലെ മാഗ്മ റിസോഴ്സ്. മാഗ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ലാവയൊക്കെ പുറത്തേക്ക് വന്നിട്ട് അത് കൺവേർട്ടായി മാഗ്മ ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് മാഗ്മ റിസോഴ്സ് ആണ്. അപ്പൊ ഇത് മെയിൻലി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ജിയോ തെർമൽ എനർജീനെ നമുക്ക് ഇത്രയും രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ നമ്മുടെ പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ 1992 ജിയോ തെർമൽ ബൈനറി സൈക്കിൾ പ്ലാന്റ് കപ്പാസിറ്റി 5 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ബൈനറി സൈക്കിൾ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ അടുത്ത എനർജി ഫോം ബയോമാസ് എനർജി നോക്കുകയാണെങ്കിൽ, ബയോമാസ് എന്താണ്, റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ് നമുക്ക് അറിയാം. ഇന്ത്യയിൽ ബയോമാസ് എനർജി ടോട്ടലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അറൌണ്ട് 41,449 മെഗാവാട്ട്. ഇത്രയും എമൗണ്ട് നമ്മൾ ഇന്ത്യയിൽ ഇൻസ്റ്റാൾഡ് ആണ്. ദെൻ ഇന്ത്യയുടെ ഒരു മേജർ ആയിട്ടുള്ള അടുത്തൊരു എനർജി റിസോഴ്സ് ആണ് കോൾ റിസർവ്.
ഇറ്റ് ഈസ് ദ പ്രൈം സോഴ്സ് ഓഫ് എനർജി ഇൻ ഇന്ത്യ ആൻഡ് അക്കൗണ്ട്സ് for 56% of commercial energy requirement. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ഇതിനേക്കാളും ഒക്കെ വളരെ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോളിലാണ്. അതായത് 56% നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? അതായത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കോളാണ്. ഇന്ത്യ ഹാസ് ടോട്ടൽ കോൾ റിസർവ് ഓഫ് 2,40,748 മില്യൺ ടൺസ്. ഇത്രയും കൂടുതൽ കോൾ നമ്മളുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് തന്നെ വേൾഡ് എനർജി റിസോഴ്സസ് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5ാം സ്ഥാനത്ത് ഇന്ത്യയാണ് വരുന്നത്. ദെൻ ജാർഖണ്ഡില് 26.81%, അവിടെയാണ് മാക്സിമം ഷെയർ. ഈ കോളിന്റെ റിസർവിൽ ഏറ്റവും കൂടുതൽ ജാർഖണ്ഡിലാണ് 26% ഉള്ളത്. ദെൻ കോൾ പ്രൊഡക്ഷൻ വാസ് 211.73 മില്യൺ ടൺ ഇൻ 1990-91. ഈ ഒരു കാലഘട്ടത്തിൽ 1990-91 കാലഘട്ടങ്ങളിൽ 211 മില്യൺ ടൺ ആയിരുന്നു. അത് 360 മില്യൺ ആയി. 2002-2003 കാലഘട്ടമായപ്പോഴേക്കും അതെന്തായി? 211 360 ആയി. അത് 2016-17 കാലഘട്ടത്തിലായപ്പോൾ ഇതിന്റെ ഡബിൾ ആയി. അതായത് 730 മില്യൺ ടൺസിലേക്ക് അത് ഉയർന്നു. ഇന്ത്യൻ എനർജി റിസോഴ്സുകളുടെ കാര്യം നമ്മളപ്പോൾ നോക്കി, ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യ എനർജി കൺസംഷൻ ആണ്. ഇന്ത്യ എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതിന്റെ ഓരോന്നിന്റെയും ഷെയർ എത്രയൊക്കെയാണ് വരുന്നത് നോക്കാം. ഇന്ത്യസ് എനർജി ഡിമാൻഡ് വാസ് ഇൻക്രീസ്ഡ് ബൈ 3.7% in 2016, but imports increased by 5.7% for CNG, LNG and gasoline. ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമ്മുടെ പ്രശ്നം. അതായത് നമ്മുടെ എനർജി ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ 2016 ആയപ്പോൾ 3.7% എന്തായിട്ടുണ്ട്? നമ്മളുടെ ആവശ്യം കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഇമ്പോർട്ട് നോക്കുകയാണെങ്കിൽ ബാക്കി കൺട്രീസും നമ്മൾ ഇങ്ങോട്ടേക്ക് എനർജി CNG അതേപോലെ LNGയും അതേപോലെ ഗ്യാസോലിനും ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന അളവ് എന്തായിട്ടുണ്ട്? ഇതിന്റെ ഇരട്ടിന്റെ അടുത്ത്, അതായത് 5.7% കൂടിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇന്ത്യയുടെ എനർജി ഡെഫിഷ്യൻസിയാണ് അവിടെ കാണിക്കുന്നത്. Then in India, the unbalanced consumption and demand equation clearly reflect the shortage of the energy supply. അതായത് നമ്മളുടെ ഇവിടെ ഈ പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ അവിടെ ഒരു അൺബാലൻസ് ഉള്ളതുകൊണ്ട് അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഷോർട്ടേജ് ഇൻ എനർജി സപ്ലൈ. then ഇവിടെ ഒരു പൈ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ എനർജി കൺസംഷൻ ബൈ ഫ്യൂൽ സോഴ്സസ് ഇൻ 2012. 2012 കണക്ക് പ്രകാരം ഇന്ത്യയുടെ എനർജി കൺസംഷൻ ആണ്. അതായത് 44% കോളാണ്. ദെൻ ബയോമാസ് വേസ്റ്റ് ഒക്കെ 22%, പെട്രോളിയം അതേപോലെ അതർ ലിക്വിഫൈഡ് ആയിട്ടുള്ള പെട്രോളിയംസ് ഒക്കെ എത്ര വരുന്നത്? 22%. ദെൻ നാച്ചുറൽ ഗ്യാസ് വരുന്നത് 7%, അതേപോലെ ഹൈഡ്രോ ഇലക്ട്രിക് വാട്ടറിനുള്ള എനർജി 3%, ന്യൂക്ലിയർ 1%, ബാക്കി റിന്യൂവബിൾ സോഴ്സുകൾ വരുന്നത് 1% ആണ്. Then India's energy consumption is set to grow 4.2% a year by 2035. അതായത് ഇന്ത്യയുടെ എനർജി കൺസപ്ഷൻ നോക്കുകയാണെങ്കിൽ 2035 ആകുമ്പോഴേക്കും 4.2% ഓരോ വർഷവും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഫാസ്റ്റർ ദാൻ ഓൾ മേജർ എക്കണോമിക്സ് ഇൻ ദ വേൾഡ്. ബാക്കി രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എനർജി കൺസംഷൻ കൂടാൻ സാധ്യതയുള്ളത് ഇന്ത്യയിലാണ്. India is Asia's second biggest energy consumer since 2008. 2008 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ എനർജി യൂസ് ചെയ്യുന്ന കൺട്രീസിൽ സെക്കൻഡ് പ്ലേസ് ആരാണ്? ഇന്ത്യയാണ്. Then India still ranked 4th largest energy consuming nation in the world according to the latest report. അതായത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വേൾഡ് വൈഡ് നമ്മൾ നോക്കുമ്പോൾ 4th റാങ്ക് നമുക്കാണ് എനർജി കൺസംഷനിൽ ഉള്ളത്. Then India overtaken Japan as the world's 3rd largest oil consuming country behind US and China in 2015. 2015 യുഎസിന്റെയും ചൈനയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓയിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇന്ത്യയാണ്. അതുവരെ 2015 വരെ അതായിരുന്നു ജപ്പാൻ ആയിരുന്നു. Although India's per capita energy consumption is one of the lowest. ഇത് നമ്മുടെ പോപ്പുലേഷന്റെ കാരണമാണ്. കാരണം ഇന്ത്യയിൽ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പം ഓരോ ഇൻഡിവിജ്വലിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എനർജി കൺസംഷൻ ഇന്ത്യയിൽ കുറവാണ്. ദെൻ
United States is the biggest energy consumer followed by China and Russia. അത് ചൈനയും റഷ്യയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്നത് ആരാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ദെൻ നമ്മൾ ഇന്ത്യൻ എനർജി റിസോഴ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ 56% എനർജി റിസോഴ്സ് കോളാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഹയസ്റ്റ് എമൗണ്ട് ഓഫ് കോൾ റിസർവ് ഇവിടെ ഉണ്ടെങ്കിലും ഇന്ത്യ ഈസ് ഹെവിലി ഡിപ്പെൻഡന്റ് ഓൺ ദ ഇമ്പോർട്ടഡ് ക്രൂഡ് ഓയിൽ. നമ്മൾ വല്ലാണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിലിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. കോൾ കറന്റ് അക്കൗണ്ട് ഫോർ നിയർലി 41% ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയുടെ എനർജി പ്രൊഡക്ഷൻ വെച്ച് നോക്കുമ്പോൾ കോള് അതിനകത്ത് 41%ഓളാണ് വരുന്നത്. Then India was the 4th largest consumer of crude oil and petroleum products in the world in 2015. അതായത് 2015ത്തെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന കൺട്രിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഏതിൻ്റെയൊക്കെ പിന്നിലായിട്ടാണ്? നമ്മുടെ US-ന്റെയും ചൈനയുടെയും ജപ്പാന്റെ ഒക്കെ പിന്നിൽ ആയിട്ട് ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്? 4th പ്ലേസ് 2015 വരെ. അതിനുശേഷം ഇന്ത്യ ജപ്പാനെയും ഓവർടേക്കൺ ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then natural gas serves as a substitute for coal in the electricity generation and fertilizer production in India. അത് കോളിന് ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് കോളിനെയാണ്. അപ്പോൾ ആ കോളിനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് നാച്ചുറൽ ഗ്യാസിനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Then the country began importing liquefied natural gas from Qatar in 2004 and increasingly relies on imports to meet domestic natural gas need. 2004 മുതൽ നമ്മൾ നാച്ചുറൽ ഗ്യാസ് ഖത്തറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ എന്താവുന്നുണ്ട്? നമ്മൾ കൂടുതലും അതിനെ നമ്മുടെ ഡൊമസ്റ്റിക് നീഡൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Then natural gas consumption grew at an annual rate of 6% from 2000 to 2014. 2000 മുതൽ 2014 കാലഘട്ടം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസിന്റെ കൺസംഷൻ എന്താവുന്നുണ്ട്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6% പെർ ഇയർ വെച്ചിട്ട് അത് ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. Then India consumes 1048 billion kilowatt of electrical energy per year. ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസംഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 1048 ബില്യൺ കിലോവാട്ട് ഓഫ് എനർജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Then the estimated electricity consumption increased from 4,55,749 gigawatt during 2006 to 7 to 10,01,191 gigawatt during 2015 to 16. അതായത് 2006 മുതൽ 2007 കാലഘട്ടങ്ങളിൽ നമ്മൾ 4,55,749 ജിഗാവാട്ട് മാത്രമാണ് യൂസ് ചെയ്തത്. പക്ഷേ 2015-16 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എന്തായിട്ടുണ്ട്? ഇരട്ടിയിലധികമായിട്ടുണ്ട്. 10,01,191 ജിഗാവാട്ട് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്ത്യയുടെ എനർജി കൺസംഷന്റെ ഇൻക്രീസിംഗ് റേറ്റ്. Then of the total consumption of electricity in 2015 to 16, ഇൻഡസ്ട്രി സെക്ടർ, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു ഇൻക്രീസിൽ ഇൻഡസ്ട്രി സെക്ടറിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻക്രീസ് വന്നത്, അതായത് 42% ഇൻക്രീസ് വന്നത് എവിടെയാണ്? ഇൻഡസ്ട്രിയിലാണ്. ദെൻ ഫോളോഡ് ബൈ ഡൊമസ്റ്റിക്, നമ്മുടെ വീടുകളിലൊക്കെ 23% ഇൻക്രീസ് വന്നിട്ടുണ്ട്. ദെൻ അഗ്രികൾച്ചർ ഏരിയയിൽ എത്ര വന്നിട്ടുണ്ട്? 17.3% വന്നിട്ടുണ്ട്. ദെൻ കൊമേഴ്ഷ്യൽ സെക്ടേഴ്സിൽ 8.59% ഹൈക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്ത്യയുടെ എനർജി കൺസംഷനെ പറ്റി ഒരു ഓവറോൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യമായി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എനർജിയുടെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു. 4 രീതിയിൽ നമുക്ക് എനർജീനെ ക്ലാസിഫൈ ചെയ്യുന്നത് പഠിച്ചു. അതിനുശേഷം ഗ്ലോബലും അതേപോലെ ഇന്ത്യയുടെയും എനർജി റിസർവ് അതേപോലെ കൺസംഷൻ നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിനകത്ത് ഒരുപാട് വാല്യൂസ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഈ വാല്യൂസ് ഒക്കെ പഠിച്ചു വെക്കാം. ഈ പൈ ചാർട്ടുകളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.